Kuca. Aja. ഗായ്സ്, യൂട്യൂബിൽ ഈ മീനിൻ്റെ വീഡിയോ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നിങ്ങളൊരു ഫിഷ് ലവർ അല്ലെങ്കിൽ പോലും ഈ വീഡിയോ കാണുമ്പോൾ ഒരു നിമിഷമെങ്കിലും നോക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളൊരു സാധനമാണ് ഈ സാധനം. ഇതിൻ്റെ പേരാണ് വെൽസ് കാറ്റ് ഫിഷ്. അപ്പോൾ ഇന്ന് വേട്ടക്കാരൻ വ്ളോഗ്സ് സംസാരിക്കാൻ പോകുന്നത് ഈ മീനെ കുറിച്ചാണ്. സോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ വെൽസ് കാറ്റ് ഫിഷാണ്, ഓൾസോ നോൺ ആസ് വെൽസ്. അപ്പോൾ ഇതിൻ്റെ കിണർ എന്നുള്ള അർത്ഥമല്ല കേട്ടോ, ആ മീനിൻ്റെ പേരാണ് വെൽസ് കാറ്റ് ഫിഷ് എന്നുള്ളത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ ഒറിജിനിൽ വരുന്ന സാധനങ്ങൾ യൂറോപ്പിലും ഏഷ്യ റീജിയൻസിലൊക്കെയാണ്. പിന്നെ മറ്റ് കുറേ കൺട്രീസിലായിട്ടൊക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. മെയിൻലി ത്രൂ ദ അക്വേറിയം ഫീൽഡാണ് ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹ്യൂമങ്കസ് സൈസും ഇതിൻ്റെ ഈ പ്രെഡിറ്ററി ബിഹേവിയർ കാരണം മോൺസ്റ്റർ ഫിഷ് ഫാൻസിൻ്റെ ഇടയിൽ തന്നെ ഒരു വലിയൊരു ഫാൻ ബേസ് ഈ മീൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആൽബിനിസം ഒക്കെ വരുന്ന ഇതിൻ്റെ റെയർ വെറൈറ്റികൾക്ക് ഭയങ്കര ഡിമാൻഡുമാണ്. അങ്ങനെ നല്ലൊരു ഫാൻ ബേസ് ഉള്ളൊരു സാധനമാണ്. എല്ലാവർക്കും നമ്മുടെ കേരളത്തിലൊക്കെ ഇതിനെ എത്ര അറിയുമെന്നറിയില്ല. അപ്പം മല്ലൂസിന് വേണ്ടി മോൺസ്റ്റർ ഫിഷിനെ ലവ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് നമ്മളുടെ ചാനലിൽ ഇതുപോലത്തെ മീനുകളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് വീഡിയോസ് ഇടുന്നത്. So guys, if you like my video, please do not forget to click the bell icon and also subscribe, like and share. And also നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു ബിഗ് സപ്പോർട്ട് തന്നെ എനിക്ക് വേണം. അപ്പോഴാണ് നമുക്ക് വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. നിങ്ങളാണ് എൻ്റെ എനർജി. പിന്നെ ലാസ്റ്റ് നമ്മൾ ആരോപ്പമ്മയുടെ വീഡിയോ കിട്ടായിരുന്നു. ഞാൻ കുറച്ച് നല്ല ഇതൊക്കെ ചെയ്താണ് ഇട്ടത്, പക്ഷേ വലിയ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. എന്താണെന്നറിയില്ല. ഷോർട്സ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, വലിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിഫേർഡ് കണ്ടൻസ് ഒക്കെ പറയുക. അപ്പോൾ അതിന് സംബന്ധിച്ച് നമ്മൾ അത് ഫിൽട്ടർ ചെയ്ത ആ രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കണ്ടൻറ്റിൽ കിടക്കാം. സൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ വെൽസ് കാറ്റ് ഫിഷ് വേൾഡിലെ ടോപ്പ് മോസ്റ്റ് ബിഗസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷിൻ്റെ ലിസ്റ്റിലും ടോപ്പ് മോസ്റ്റ് ബിഗസ്റ്റ് ഫിഷിൻ്റെ ലിസ്റ്റുകളിലും ഒക്കെ ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ മീൻ ഉൾപ്പെടാണ്ട് ഒരു വീഡിയോസും വരാൻ ചാൻസ് ഇല്ല. കാരണം ഇവൻ ഒരു ഭീകര സാധനം തന്നെയാണ്, ഒരു മാരക ഐറ്റം തന്നെയാണ് ഈ സാധനം. അപ്പോൾ ഇവൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് വരുന്നത് 8 feet ആണ് പറയണത്. 2.53 meter അങ്ങനെ സംതിങ് ആണ്. അത് ഞാനിവിടെ നോട്ട് ചെയ്യാം, കാണിച്ചു തരാം. പിന്നെ അടുത്തത് 300 pounds ആണ്, LBS ആണ്, അമേരിക്കൻ US സ്റ്റാൻഡേർഡ്സ് വഴി പറയുന്നത്. അതൊരുമാതിരി 136 150 കിലോളം ഒക്കെ വരും ആ സൈസൊക്കെ. ഇതിലും ഔട്ട്ലിവ് ചെയ്ത് ഇത്തിരിയും കൂടെ ഹ്യൂമങ്കസ് സൈസൊക്കെ വന്നിട്ടുണ്ടാവുമെന്നൊക്കെ പറയുന്ന യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട്. അത് റെക്കോർഡഡ് അല്ല, റെക്കോർഡഡ് ആയിട്ടുള്ള സൈസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. യൂറോപ്യൻ കൺട്രിയിലെ ഏറ്റവും വലിയ അടിപൊളി ഒരു ഫിഷർമാനായ ഡീനോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഏറ്റവും വലിയ വെൽസ് കാറ്റ് ഫിഷിനെ പിടിച്ചു എന്നുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്തത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 meter and 5 inches ആയിരുന്നു അതിൻ്റെ സൈസ് ലെങ്ത്ത്. പിന്നെ അതിൻ്റെ വലിപ്പം വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏകദേശം ഒരു സംതിങ് വന്നിട്ട് 300 poundsൻ്റെ അടുത്ത് 250 poundsൻ്റെ അടുത്ത് ഏകദേശം വന്നായിരുന്നു. അപ്പോൾ അത് 120 കിലോളം ഉണ്ട് വെയ്റ്റ്. ഇത്രയും വലിയ മീനാണ് ഏറ്റവും വലിയ റെക്കോർഡ് കൊണ്ടുപോയത്. അതും റോഡ് ആൻഡ് റീലിൽ പിടിച്ച ഏറ്റവും വലിയ മീൻ എന്നുള്ളതാട്ടോ. മറ്റു വലകളിലും മറ്റങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം രീതിയിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് അത് റെക്കോർഡഡ് അല്ല. റോഡ് ആൻഡ് റീൽ യൂസ് ചെയ്ത് പിടിച്ചതിൽ ഏറ്റവും വലിയതാണ് ഈ പറഞ്ഞ ഡീനോ എന്ന് പറഞ്ഞ ആൾ വ്യക്തി പിടിച്ച മീൻ. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ലേക്സ് പിന്നെ സ്ലോ മൂവിങ് ആയിട്ടുള്ള റിവറുകളൊക്കെയാണ് നിങ്ങൾ കണ്ടുവരുന്നത്. പിന്നെ ഇതുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കലങ്ങിയും ഒക്കെ ആയിട്ടിരിക്കുന്ന വെള്ളങ്ങളാണ്, വെള്ളമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ അടിയിൽ ഇത്തിരി വെജിറ്റേഷനൊക്കെ ഉള്ള സ്ഥലത്ത് ഇതുങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും പാറക്കെട്ടുകളൊക്കെയാണ് ഇതുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതുങ്ങൾക്ക് ഒളിച്ചിരുന്ന് ഹണ്ട് ചെയ്യാനും, പിന്നെ ഇതൊരു കാറ്റ് ഫിഷ് ആയതുകൊണ്ട് തന്നെ ഇതൊരു നൊക്ടേണൽ അനിമലാണ്. ദാറ്റ് മീൻസ് ഞാൻ പല വീഡിയോസിൽ നൊക്ടേണൽ അനിമൽസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നൈറ്റ് ടൈമിൽ ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് ഡേ ടൈമിൽ റെസ്റ്റ് എടുക്കണേ. സോ അതുപോലത്തെ ഒരു ഹൈഡിങ് സ്പേസുകൾ ഇഷ്ടപ്പെടുന്ന മീനാണിത്. പിന്നെ ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തന്നെ ഇതിന് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരു വലിയ മീനാണിത്.
ഇതിൻ്റെ വായ എന്തോരം വലുപ്പമാണോ അത്രയും വലുപ്പത്തിലുള്ള സാധനങ്ങൾ ഇതകത്ത് കയറ്റും. ചിലപ്പോൾ കാനിവലിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറും ഇതിൻ്റെ കണ്ടുവന്നിട്ടുണ്ട്. കാരണം ചില സമയത്തും ഈ വെൽസ് കാറ്റ് ഫിഷിനെ പിടിക്കുമ്പോൾ അതിൻ്റെ വയറ്റിൽ അതിൻ്റെ അതേ സ്പീഷീസിൽ പെടുന്ന ഓൾമോസ്റ്റ് അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള മീനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സംടൈംസ് ഹ്യൂമൻസിൻ്റെ കൈയും കാലും അവശിഷ്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു നരഭോജി മീനാണെന്നുള്ള ഒരു ഇതും കൂടെ ഇതിന് പറയുന്നുണ്ട്. ബട്ട് ഇതുപോലൊരു സാധനം ഇത്രയും വലിയൊരു 8 അടി നീളവും 150 കിലോ ഒക്കെ ഉള്ളൊരു മീൻ, ഇത്രയും വലിയ എന്ത് സാധനത്തിനെയും വലിച്ച് വായ കയറ്റാൻ പറ്റുന്നൊരു വലിയ വായുള്ളൊരു മീനുള്ള സ്ഥലത്ത് നിങ്ങൾ നീന്താൻ പോകുമോ എന്ന് കമൻറ്റ് ചെയ്യുക. ബ്രീഡിങ്ങിൻ്റെ കാര്യം, പിന്നെ ഇതൊരു സോളിറ്ററി ആയിട്ട് ഹണ്ട് ചെയ്ത് നടക്കുന്നൊരു മീനാണത്. പിന്നെ കൂട്ടമായിട്ടും ഇതിന് കാണാറുണ്ട് കൂടുതലായിട്ടും. അത് ഫീഡിങ് ടൈമിലാണെന്ന് തോന്നുന്നു കൂട്ടമായിട്ട് വരുന്നത്. പക്ഷേ ഒരു വലുതായി കഴിഞ്ഞാൽ ഒരു ഒറ്റക്കൊമ്പൻ വൈവിലാണ് ഇതുങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബ്രീഡിങ് സീസൺ ആവുന്ന സമയത്ത് മെയിൽ ഫീമെയിലും ഒത്തുകൂടും. പിന്നെ മെയിലാണ് നെസ്റ്റിംഗ് ഒക്കെ ഒരുക്കുന്നത്. നെസ്റ്റ് ഒരുക്കി ഒരു ആയിരക്കണക്കിന് മുട്ടകളാണ് ഓരോ സമയത്ത് നിക്ഷേപിക്കുന്നത്. പിന്നെ മെയിലാണ് കൂടിന് രക്ഷ നോക്കുന്നതും മറ്റ് മീനുകൾ പ്രെഡിറ്ററി ഫിഷുകളിൽ നിന്നുള്ള അകറ്റി ഓടിക്കുന്നതൊക്കെ. ഫീമെയിൽ എഗ് ലേ ചെയ്ത് ഫീമെയിലും മെയിലും പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നോക്കുന്നത് മെയിലാണ്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇതുങ്ങൾ ഫീഡ് ചെയ്യാൻ തുടങ്ങും. ചെറിയ പ്ലാങ്ക്ടൺസ്, പായൽ അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കും. പിന്നെ ചെറിയ ഷ്രിമ്പൊക്കെ കഴിച്ചു തുടങ്ങും. പിന്നെ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ തവളകൾ മറ്റ് സാധനങ്ങളൊക്കെ കഴിച്ച് വലുതാവും. പിന്നീട് പേരൻസിൻ്റെ അടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇതുങ്ങൾ അവരുടേതായ ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ എന്നുവെച്ചാൽ പ്രെഡിറ്റേഴ്സ് അറ്റാക്ക് ചെയ്താലും ഇതിനോ എങ്ങനെയൊക്കെ പോയാലും ഈ മീൻ വളരെയധികം കുറേ കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യും. അത് അത്രയ്ക്കൊരു അഡാപ്റ്റേഷൻ സ്കില്ലുള്ള മീനുകളാണ്. ഫീമെയിൽ തിരിച്ചറിയാൻ ഇതിൻ്റെ അടിവയറിനുള്ള ഒരു വെൻറ്റ് നോക്കിയാൽ മതി. അവിടെയാണ് ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും പിന്നെ വേസ്റ്റ് വരുന്ന ട്രാക്കും ഉള്ളത്, എന്ന് പറഞ്ഞാൽ ഹോളും ഉള്ളത്. അവിടെ വെച്ച് ആ ഫ്ലാപ്പ് വെച്ച് നോക്കിയാണ് മെയിലിനെ ഫീമെയിലെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫീമെയിൽ വെൽസ് കാറ്റ് ഫിഷുകൾക്ക് വൈഡ് ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള വെൻ്റാണ് ഉള്ളത്. അഥവാ മെയിലിലേക്ക് വരുമ്പോൾ അത് ലെങ്തി ആയിട്ടുള്ളതാണ് വരുന്നത്. ഫീമെയിൽസിനേക്കാൾ കൂടുതൽ മെയിൽസാണ് പെട്ടെന്ന് തന്നെ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്. ഓവർ ഒരു 1 to 3 ഇയേഴ്സിനുള്ളിൽ ഇവർ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യും. പിന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഫീമെയിൽ വെൽസ് കാറ്റ് ഫിഷുകൾ 3 to 4 ഇയേഴ്സെങ്കിലും എത്തണം, എന്നാലാണ് സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുള്ളൂ. അപ്പോഴുള്ളൊരു മേറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലാവും. ഇതിന് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 20 to 30 ഇയേഴ്സാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 80 ഇയേഴ്സ് വരെയൊക്കെ നിന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സംടൈംസ് നല്ല ഹാബിറ്റാറ്റും നല്ല കണ്ടീഷനും ഫുഡും ഐറ്റംസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 80 ഒക്കെ എത്താനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഗ്രൂപ്പർ ഫിഷിനെയും അരോപ്പൈമനെ പോലെയൊക്കെ തന്നെ സക്ഷൻ യൂസ് ചെയ്ത് ആണ് വെൽസ് കാറ്റ് ഫിഷ് ഇരേനെ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് പ്രെഡിറ്ററി ഫിഷ് ആയതുകൊണ്ടും പിന്നെ ഇതിൻ്റെ കണ്ണ് വളരെ ചെറുതാണ്. സോ കണ്ണിന് ഇതിന് പ്രേനെ അറ്റാക്ക് ചെയ്യാനാണെങ്കിലും നാവിഗേഷൻ ആണെങ്കിലും കണ്ണിന് വലിയ യൂസ് വരുന്നില്ല. കൂടുതൽ ഇത് യൂസ് ചെയ്യുന്ന ബാർബൽസാണ്, അതിൻ്റെ മീശയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചൊരു എക്കോ ലൊക്കേഷനും സൗണ്ടൊക്കെ വെച്ചാണ് ഇത് കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് വരുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെൽസ് കാറ്റ് ഫിഷ് വായിൻ്റെ ഉള്ളിൽ കയറുന്ന എന്ത് സാധനത്തിനെ അകത്ത് കയറ്റാൻ നോക്കും. അതുപോലെ തന്നെ ഒരു വലിയ വായുള്ളൊരു മീനാണ്. ഇതിൻ്റെ വായുടെ വലിപ്പം തന്നെ ജെർമി വേർഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിരുന്ന പല വീഡിയോസ് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. സോ അത് വായിൻ്റെ ഉള്ളിൽ എന്ത് കയറുന്നോ അതിനെയൊക്കെ അകത്താക്കും. ചെറിയ ചെറിയ ബേർഡ്സ്, ചെറിയ ചെറിയ അനിമൽസ്, റൂഡൻസ് അങ്ങനെയുള്ള എല്ലാത്തിനെയും ഇത് അകത്താക്കാൻ നോക്കും. സംടൈംസ് ഇതിന് ഹ്യൂമൻസിന് നേരെയും ഇത് ചെറിയ അഗ്രഷൻ അറ്റാക്കുകളൊക്കെ നടന്നിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജെർമി വേർഡിൻ്റെ റിവർ മോൺസ്റ്റേഴ്സ് എന്നുള്ള സീരീസിൽ 2 പെൺകുട്ടികളെ ലേക്കിൽ കുളിക്കാൻ പോയ സമയത്ത് അവർക്ക് വെൽസ് കാറ്റ് ഫിഷിൻ്റെ അറ്റാക്ക് ഉണ്ടായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂസിലൻഡിലൊരു പയ്യൻ പുഴയിൽ നീന്താൻ ഇറങ്ങിയ സമയത്ത് അവനും ഇതേപോലെ തന്നെ വെൽസ് കാറ്റ് ഫിഷിൻ്റെ ബൈറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ചില സമയത്ത് വിശന്ന് കഴിഞ്ഞാൽ മനുഷ്യനെയും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ മീനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിഷർമാൻമാർ പലതവണ മീൻ പിടിച്ച സമയത്ത് ഇതിൻ്റെ ഗർത്ത് വയർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഹ്യൂമൻ റിമെയിൻസ് കുറേയൊക്കെ ഹാഫ് ഡൈജസ്റ്റഡ് ആയിട്ടുള്ളതൊക്കെ പല തവണയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു തവണ ഒരു ഫുൾ കൈയും പിന്നെ ഒരു കാലിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പല തവണയായിട്ട് ഈ മീനിൻ്റെ വയറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇതൊരു അപകടകാരിയായി മാനിറ്റർ ഫിഷ് എന്ന് പറയാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തെളിവുകളില്ല ഇതിൻ്റെ അത് ഉറപ്പിക്കാൻ. ഹ്യൂമൻ അറ്റാക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ റിമൈൻസ് കണ്ടെത്തിയിട്ടുമുണ്ട്. UK തോന്നുന്നു ഇതിൻ്റെ കുറച്ചൊരു പ്രാവിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ, വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി ഒന്ന് പ്രാവിനെ അറ്റാക്ക് ചെയ്യുന്നൊരു വീഡിയോ വളരെയധികം വൈറലായി. അതൊരു ഫോട്ടോഗ്രാഫർ ഇൻ്റർനെറ്റിൽ റിലീസ് ചെയ്തായിരുന്നു. ആ ഒരു വീഡിയോ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള സാധനമായിരുന്നു. കാരണം
വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ കിടന്നുകൊണ്ടിരുന്ന സാധനം കരയിലേക്ക് വന്ന് അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ മാറ്റി പ്രാവുകളെ അറ്റാക്ക് ചെയ്യുന്നൊരു ഇത് തുടങ്ങിയായിരുന്നു. ആ സമയത്ത് അവർ വളരെയധികം വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. അത് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. വെൽസ് കാറ്റ്ഫിഷിൻ്റെ ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഈൽ ലൈക്ക് സ്ട്രക്ചറാണ് ഈ മീൻ വന്നിരിക്കുന്നത്. ഈൽ ലൈക്ക് ഡൗൺ പാർട്ടും അപ്പർ പാർട്ടും നല്ല വലിയ സ്ട്രോങ് ആയിട്ടുള്ള ജോ ആണ്. വൈസ് കണക്കുള്ളൊരു മെക്കാനിക്കൽ വൈസ് കണക്കുള്ളൊരു ജോ ആണ് അതിന് കൊടുത്തിട്ടുള്ള. അതിൻ്റെ ഒപ്പം തന്നെ നീഡിൽ ഷാർപ്പായിട്ടുള്ള ആയിരക്കണക്കിന് പല്ലുകൾ. അപ്പോൾ ഇതുപോലൊരു സാധനം നമ്മുടെ കാലയിൽ കടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സംഭവം മേത്ത് കടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വയസ്സിൻ്റെ ഇടയിൽ പെട്ട പോലെ ഇരിക്കും. പിന്നെ അത് പോരാനായിട്ട് നീഡിൽ ഷാർപ്പായിട്ടുള്ള ആയിരക്കണക്കിന് പല്ലുകൾ നമ്മുടെ മേത്തിട്ട് കയറും. ഒരു സ്റ്റാൻഡ് പേപ്പർ വെച്ചിട്ടുള്ളൊരു വയസ്സും കൊണ്ട് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതായിരിക്കും ഇതിൻ്റെ ഒരു ബൈറ്റിങ് എക്സ്പീരിയൻസ്. സോ ഇതിൻ്റെ വായിപ്പെടുന്നൊരു സാധനം ഒന്നും വെളിയിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഈ മീനിൻ്റെ ഏറ്റവും വലിയ പ്രെഡിറ്റേഴ്സായിട്ട് വരുന്നത് ഒന്ന് റിവർ ഓട്ടേഴ്സും പിന്നെ അടുത്തത് തന്നെ പൈക്ക് എന്ന് പറഞ്ഞ ഭീകരനായ മീനാണ്. പൈക്ക് എന്ന് പറഞ്ഞ ഒരു അടിപൊളി മീനാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ, ഐ വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പൈക്ക് ഒരു അടിപൊളി മാരക മീൻ തന്നെയാണ്. അതിനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുമുണ്ട്. പിന്നെ അടുത്തത് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസാണ്. നമ്മൾ ഇതിനൊരു സ്പോട്ട് ഫിഷായിട്ട് കണ്ട് തന്നെ ഇതിനെ കുറേ പേര് ഫിഷ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെ ഒരു നെക്സ്റ്റ് ലെവൽ എനിമി എന്ന് തന്നെ പറയുന്നത് ഹ്യൂമൻസ് തന്നെയാണ്. പിന്നെ കഴിക്കാനായിട്ട് ഇതിനെ എടുക്കുന്നുണ്ട്, ഫുഡിൻ്റെ ഇതിനായിട്ട് പോകുന്നുണ്ട്. പിന്നെ സ്പോട്ട് ഫിഷിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇതിനെ എല്ലാവരും നോക്കുന്നത് ഇതിൻ്റെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഈ ഫിഷുകളെ പിടിക്കാനാണ്, ഏറ്റവും വലിയ മീനുകളെ പിടിക്കാനാണ്. അതേപോലെ തന്നെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാച്ച് എന്ന് പറഞ്ഞത് ആൽബിനോ വെൽസ് കാറ്റ് ഫിഷാണ്. അതൊരു ആൽബിനിസം ബാധിക്കുന്ന സമയത്ത് മാത്രം വരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ മീനെ കിട്ടാൻ വളരെ റെയറാണ്. ഇതിൻ്റെ കുറേ പിക്കുകളും ഇതൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഭംഗിയുള്ളൊരു മീനാണ്. വെൽസ് കാറ്റ് ഫിഷിന് സ്കെയിൽസ് ഒന്നുമില്ല, ചെതമ്പലുകൾ ഒട്ടുമില്ല. പക്ഷേ ഇത് മുഴിമണിഞ്ഞിലും മുഴിയെ പോലെ ആഫ്രിക്കൻ മുഴിയൊക്കെ പോലെ തന്നെ സ്ലൈമി ആയിട്ടുള്ള ഒരു മീനാണ്. ഫുൾ ഉളുമ്പുള്ളൊരു മീനാണ് ഈ സാധനം. അതേപോലെ തന്നെ ഇതിൻ്റെ എഗ്ഗും ഫുള്ള് മ്യൂക്കസ് ആയിരിക്കും. പിന്നെ ഇത് മരത്തിൻ്റെ വേരുകളിലും മറ്റ് ചെടികളുടെ വേരിലൊക്കെയാണ് ഈ മുട്ട ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസസ്. ഇത് മുട്ട ഇടുന്ന സമയത്ത് ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തുള്ള മറ്റ് മോൺസ്റ്റർ ഫിഷുകളെ കുറിച്ചുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ മീനുകളെ കുറിച്ചുള്ള വീഡിയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഇറ്റ്സ് യുവർ വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് വേട്ടക്കാരൻ. So see you guys in the next video. Till then, it's me. Bye.